അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആനിലെ 2ാമത്തെ പാഠമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ 1ാമത്തെ പാഠം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കാണുകയും എന്താണ് 1ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് എന്ന് ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. 1ാമത്തെ പാഠത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് എന്താണ് ഇസ്മ് എന്നും എന്താണ് ഫിഅല് എന്നും എന്താണ് ഹർഫ് എന്നും അത് ഉദാഹരണ സഹിതം നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കണ്ട് പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ അദ്ദറുസു സാനി 2ാമത്തെ പാഠം അവ്വലു മൻ ആമന മിനൽ അത്ഫാലി, കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവർ. ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് എന്താണ് ഇസ്മിയായ ജുംല എന്നുള്ളതാണ്. ഒരു ജുംല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഒരു സംസാരത്തെയാണ് നമ്മൾ അറബിയിൽ ജുംല എന്ന് പറയുന്നത്. അർത്ഥപൂർണമായ ഒരു വാക്കിനെയാണ്, ഒരു സംസാരത്തെയാണ് നമ്മൾ അറബിയിൽ ജുംല എന്ന് പറയുന്നത്. ആ ജുംലകൾ പലതരമുണ്ട്. ഇസ്മിയായ ജുംലയുണ്ട്, ഫിഅലിയായ ജുംലയുണ്ട്. ഈ 2ാമത്തെ പാഠത്തിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്താണ് ഇസ്മിയായ ജുംല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ 1ാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇസ്മ്. ഇസ്മ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു വസ്തുവിന്റെ പേര്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇസ്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്മിയായ ജുംല എന്താണ് എന്നാണ് ഈ 2ാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമ്മെ പഠിപ്പിക്കുന്നത് കുറെ ഇസ്മിയായ ജുംലകളാണ്. എന്താണ് ഇസ്മിയായ ജുംല എന്നുള്ളതിന്റെ ഒരു ബാഹ്യ അർത്ഥം ഞാൻ പറയാം. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിയായ ജുംല എന്ന് പറയും. അതിനെന്താണ് ഇസ്മു എന്ന് 1ാമത്തെ പാഠത്തിൽ വിദ്യാർത്ഥികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര്, ഇതിനെയൊക്കെയാണ് ഇസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് കൊണ്ട് തുടങ്ങുന്ന ജുംല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് കൊണ്ട് തുടങ്ങുന്ന ജുംല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേര് കൊണ്ട് തുടങ്ങുന്ന ജുംല, ഇതിനെയൊക്കെയാണ് നാം ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ താഴെയുള്ള പാരഗ്രാഫ് മുഖേന നമുക്ക് ഉദാഹരണങ്ങളിലൂടെ തന്നെ എന്താണ് ഇസ്മിയായ ജുംല എന്ന് കൃത്യമായി പഠിക്കാം. ഹെഡിങ് അവ്വലു മൻ ആമന മിനൽ അത്ഫാലി, കുട്ടികളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം ആദ്യമായി സ്വീകരിച്ചവർ. ആരാണത്? നമുക്കൊക്കെ അറിയാം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് കുട്ടികളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം ആദ്യമായി സ്വീകരിച്ചയാൾ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ച് അർത്ഥം പറയാം. വിദ്യാർത്ഥികൾ നിർബന്ധമായും ലിസാനുൽ ഖുർആന് ഓരോന്നും അർത്ഥം പറഞ്ഞ് പരിശീലിക്കണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹാബിയുൻ ജലീലുൻ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ഉത്തമ സഹാബിയാണ്. ഹുവ റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4ാമത്തെ ആളാണ് ആര്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അബൂഹു അബൂ ത്വാലിബിൻ അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകളുടെ പിതാവാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മാവൻ കൂടെയായിരുന്ന അബൂ ത്വാലിബാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. വ ഉമ്മുഹു, മഹാനവറുകളുടെ ഉമ്മ ആരാണ്? ഫാത്തിമത്തു ബിൻതു അസദിൻ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു മഹാനവറുകളുടെ ഉമ്മ. വ സൗജതുഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, മഹദിയായ ഫാത്തിമ ബീവിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ഹിയ, ആ ഫാത്തിമ ബീവി ആരാണ്? ബിൻതു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാണ്. വ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകളുടെ നേതാവുമാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. വബ്നാഹുമ,
അവർ രണ്ടുപേരുടെയും മക്കള് അൽ ഹസനു വൽ ഹുസൈനു റളിയല്ലാഹു അൻഹുമ. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും മക്കളാരാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ്. സയ്യിദ, ഈ രണ്ടുപേരും സയ്യിദ ഷബാബി അഹ്ലുൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ആര്? ഹസൻ റളിയല്ലാഹു അൻഹുവും ഹുസൈൻ റളിയല്ലാഹു അൻഹുവും. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്, അലിയുബ്നു അബി താലിബിൻ റളിയല്ലാഹു അൻഹു അവ്വലു മൻ ആമന മിനൽ അത്ഫാലി. മഹാനായ അലി റളിയല്ലാഹു അൻഹു കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം വിശ്വസിച്ചത് അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. വഹുവ അഹദുൽ അശറത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഈ 2 പാരഗ്രാഫിലായി കുറെ ജുംലകൾ തന്നിട്ടുണ്ട്. ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥികൾക്ക് ഓർമ്മ വേണം, അർത്ഥപൂർണമായ ഒരു സംസാരത്തെയാണ് ജുംല എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ധാരാളം ജുംലകൾ തന്നിട്ടുണ്ട്. കണ്ടോ, ഒന്നാമത്തെ ആ ഒരു ജുംല, അലി ഇബ്നു അബി താലിബിൻ റളിയല്ലാഹു അൻഹു സഹാബിയുൻ ജലീലുൻ. അലി റളിയല്ലാഹു അൻഹു ഒരു ഉത്തമ സഹാബിയാണ്. ആ ജുംല എന്തുകൊണ്ടാണ് തുടങ്ങിയത്? അലി എന്നുള്ള പേര് കൊണ്ടാണ്. അതേപോലെ രണ്ടാമത്തെ സെന്റൻസ് നോക്കിയേ, ജുംല നോക്കിയേ, ഹുവ റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ. ഹുവ എന്ന് പറഞ്ഞാൽ ഇവിടെ ആര് തന്നെയാണ് ഉദ്ദേശം? അലി റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ് ഉദ്ദേശം. ആ അലി റളിയല്ലാഹു അൻഹു റാബിഉൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4-മത്തെയാളാണ്. ആ ഹുവ എന്നുള്ളത് വമീറാണ്, അതും ഇസ്മു തന്നെയാണ്. അപ്പോൾ അതും തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഒരു ഇസ്മു കൊണ്ടാണ്. ഇനി അടുത്തത് അബൂഹു, അവരുടെ ഉപ്പ അബൂ താലിബിൻ അമ്മുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മാവനായ അബൂ താലിബാണ് മഹാനവറുകളുടെ ഉപ്പ. അപ്പൊ അബൂഹു, കണ്ടോ, അതും ഒരു ഇസ്മാണ്. ഇനി വ ഉമ്മുഹു, അവരുടെ ഉമ്മ. ആ ഉമ്മുഹു, ഉമ്മു എന്നുള്ളതും എന്താണ്? ഒരു ഇസ്മാണ്. പിന്നെ അടുത്ത സെന്റൻസ്, അടുത്ത ജുംല, വ സൗജതുഹു, ഭാര്യ. അപ്പൊ സൗജത്ത് എന്നുള്ളതും ഇസ്മാണ്. പിന്നെ ഹിയ, ഹിയ എന്ന് പറഞ്ഞാല് ആ ഫാത്തിമ ബീവിയെ കുറിച്ച് പറയാണ്. വസൗജതുഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആരാണ്? ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവിയാണ്. പിന്നെ ശേഷമുള്ള ഹിയ എന്നുള്ളത് ആരെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? ഫാത്തിമ ബീവിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഹിയ എന്നുള്ള ലമീർ കൊണ്ട് ഉദ്ദേശം ആര് തന്നെയാണ്? ഫാത്തിമ ബീവി തന്നെയാണ്. അപ്പൊ ഹിയ എന്നുള്ളതും ഒരു ഇസ്മ തന്നെയാണ്. പിന്നെ അടുത്ത ജുംല, വബ്നാഹുമാ, 2 പേരുടെയും മക്കൾ ആരാണ്? അൽ ഹസനു വൽ ഹുസൈനു റളിയല്ലാഹു അൻഹുമാ സയ്യിദ ഷബാബി അഹ്ലുൽ ജന്ന. വബ്നാഹുമ, അതും എന്ത് തന്നെയാണ്? ഒരു ഇസ്മു തന്നെയാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ വീണ്ടും അലി ഇബ്നു അബി താലിബിൻ, അലി എന്നുള്ളത് കൊണ്ടാണ്, ആ ഒരു ഇസ്മു കൊണ്ടാണ് അടുത്ത ജുംല ആരംഭിക്കുന്നത്. പിന്നെ അവസാനത്തെ സെന്റൻസ്, വഹുവ അഹദുൽ അശറത്തിൽ മുബശ്ശിരീന ബിൽ ജന്ന. അലി റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പ്രമുഖ സഹാബികളിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ വഹുവ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? അലി റളിയല്ലാഹു അൻഹു തന്നെയാണ്. അപ്പോൾ ഈ 2 പാരഗ്രാഫിലെ എല്ലാ ജുംലകളും തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ഇസ്മു കൊണ്ടാണ്. ഇസ്മു എന്താണ് എന്ന് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ പേര്, അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര്, വസ്തുക്കളുടെ പേര്, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇസ്മു എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പാരഗ്രാഫിലായി വന്ന മുഴുവൻ ജുംലകളും തുടങ്ങിയത് ഇസ്മുകളെ കൊണ്ടാണ്. അങ്ങനെ ഇസ്മുകളെ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. അതാണ് ഈ 2-മത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇസ്മിയായ ജുംല എന്താണ് എന്നാണ് 2-മത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. എന്താണ് ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പേരുകൾ കൊണ്ട്, അത് ഇനി ആളുകളുടെ പേരാവട്ടെ, സ്ഥലത്തിന്റെ പേരാവട്ടെ, വസ്തുക്കളുടെ പേരാവട്ടെ, അങ്ങനെ പേരുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ഈ 2 പാരഗ്രാഫിലും വന്ന മുഴുവൻ ജുംലകളും ഓരോ ഇസ്മു കൊണ്ട് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ആ ഇസ്മിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീർ കൊണ്ട് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിയായ ജുംല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നഖറഉ വനഫഹമുൽ ജുംലത്തുൽ ഇസ്മിയ, കണ്ടോ, 4 ജുംലകൾ തന്നിട്ടുണ്ട്. ഒന്ന്, അലി ഇബ്നു അബി താലിബിൻ റളിയല്ലാഹു അൻഹു സഹാബിയുൻ, അതെന്തുകൊണ്ടാണ് തുടങ്ങിയത്? അലി എന്നുള്ള ആ ഇസ്മു കൊണ്ടാണ്. രണ്ടാമത്തത് ഉമ്മുഹു ഫാത്തിമ, അവരുടെ ഉമ്മ ആരാണ്? ഫാത്തിമയാണ്. അപ്പൊ ഉമ്മ എന്നുള്ളത് എന്താണ്? ഇസ്മാണ്. ഇസ്മു കൊണ്ട് തുടങ്ങി, അത് ഇസ്മിയായ ജുംലക്കുള്ള ഉദാഹരണമാണ്. ഇനി അടുത്തത് സൗജതുഹു ഫാത്തിമത്തു സഹ്റ, മഹാനവറുകളുടെ ഭാര്യ ആരാണ്? ഫാത്തിമ ബീവിയാണ്. അപ്പൊ സൗജത്ത്, ഭാര്യ, അത് ഇസ്മാണ്.
ഇസ്മ കൊണ്ട് തുടങ്ങിയ ജുംലയാണ്, അതുകൊണ്ട് ഇസ്മിയായ ജുംലയാണ്. ഇനി ഹിയ ബിൻതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. അപ്പൊ ഹിയ എന്നുള്ള ആ ലമീർ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഫാത്തിമ ബീവിയെയാണ്. അപ്പൊ ഹിയ എന്നുള്ളത് ഇസ്മാണ്, ഇസ്മ കൊണ്ട് തുടങ്ങി, അതുകൊണ്ട് ഇസ്മിയായ ജുംലയാണ്. ഇങ്ങനെ ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിയായ ജുംല എന്ന് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിയായ ജുംല എന്ന് പറയുന്നു. അപ്പോ നമുക്ക് ഇസ്മിയായ ജുംല മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ തുടക്കം നോക്കുക. അത് ഏതെങ്കിലും വ്യക്തിയുടെ പേരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരാണോ, ഏതെങ്കിലും വസ്തുവിന്റെ പേര് കൊണ്ടാണോ ആ ജുംല തുടങ്ങുന്നത് എങ്കിൽ അത് ഇസ്മിയായ ജുംല. അല്ലെങ്കിൽ അതിന്റെയൊക്കെ സ്ഥാനത്ത് നിൽക്കുന്ന ലമീറുകൾ കൊണ്ട് തുടങ്ങുന്നതാണെങ്കിൽ അതും ഇസ്മിയായ ജുംലയാണ് എന്ന് വിദ്യാർത്ഥികൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത് നുകമ്മിലുൽ ജുംലത ബി വദ്ഇ കലിമത്തിൻ മുനാസിബത്തിൻ മിമ്മാ ബൈനൽ ഖൗസൈനി. താഴെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തെല്ലാമാണ്? അത്തിഫിലു, തിഫിൽ എന്ന് പറഞ്ഞാൽ കുട്ടി, ജാലിസത്തുൻ ഇരിക്കുന്നവൾ, ലദീദുൻ, അസ്സയ്യാറത്തു. ഇങ്ങനെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ലദീദുൻ എന്ന് പറഞ്ഞാൽ രുചിയുള്ളതാണ്. ഇങ്ങനെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇനി താഴെ ആ വിട്ട ഭാഗം പൂരിപ്പിക്കുകയാണ് വേണ്ടത്. എന്താണ് ഒന്നാമത്തെ ഉദാഹരണം? ഡാഷ് ജദീദത്തുൻ, ഡാഷ് ജദീദത്തുൻ. അപ്പൊ ജദീദത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയതാണ്, പുതിയതാണ്. ആ ജദീദത്തുൻ എന്നുള്ള വേർഡ് എന്താണ്? അത് മുഅന്നസ് ആണ് അല്ലെ. അപ്പൊ അതിനോട് യോജിക്കുന്ന ഒരു വാക്ക് നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഏതാണ് ശരിയായ ഉത്തരം? അവസാനത്തേത്, അസ്സയ്യാറത്തു. അസ്സയ്യാറത്തു എന്ന് പറഞ്ഞാൽ കാറ്. അപ്പൊ അസ്സയ്യാറത്തു ജദീദത്തുൻ, കാറ് പുതിയതാണ്. ഇനി രണ്ടാമത്തത് ഡാഷ് സഗീറുൻ. സഗീറുൻ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. ഏതാണ് അതിന്റെ നേരെ വരുന്നത്? അത്തിഫിലു. അത്തിഫിലു സഗീറുൻ, കുട്ടി ചെറുതാണ്. ഇനി മൂന്നാമത്തത് അത്തആമു. തആമു എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഏതാണ് അതിനോട് വരുന്ന വാക്ക്? ലദീദുൻ. അത്തആമു ലദീദുൻ, ഭക്ഷണം രുചിയുള്ളതാണ്. ഇനി നാലാമത്തത് അൽ ബിന്തു, പെൺകുട്ടി, ഡാഷ് ജാലിസത്തുൻ, ഇരിക്കുന്നവളാണ്. ഈ രൂപത്തിൽ ഇതിനെ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഇവിടെ ഒന്നാമത്തത് അസ്സയ്യാറത്തു ജദീദത്തുൻ, കാറ് പുതിയതാണ്. അപ്പൊ അസ്സയ്യാറത്ത് എന്നുള്ളത് എന്താണ്? കാറ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവല്ലേ, അത് ഇസ്മാണ്. അപ്പൊ ഇസ്മ കൊണ്ട് തുടങ്ങി. അസ്സയ്യാറത്തു ജദീദത്തുൻ എന്നുള്ളത് ഒരു ഇസ്മിയായ ജുംലയുടെ ഉദാഹരണമാണ്. രണ്ടാമത്തത് അത്തിഫിലു സഗീറുൻ, കുട്ടി ചെറുതാണ്. അത്തിഫിലു എന്നുള്ളത് എന്താണ്? ഇസ്മാണ്, ഇസ്മ കൊണ്ട് തുടങ്ങി. അപ്പോൾ അത്തിഫിലു സഗീറുൻ എന്നുള്ളത് ഇസ്മിയായ ജുംലയാണ്. ഇനി മൂന്നാമത്തത് അത്തആമു, ഭക്ഷണം, ഭക്ഷണം. അതെന്താണ്? ഇസ്മാണ്. അത്തആമു ലദീദുൻ, ഭക്ഷണം രുചിയുള്ളതാണ്. അത് ഇസ്മിയായ ജുംലയാണ്, ഇസ്മ കൊണ്ട് തുടങ്ങി. ഇനി നാലാമത്തത് അൽ ബിന്തു, പെൺകുട്ടി. അതും ഇസ്മ തന്നെയാണ്. അൽ ബിന്തു ജാലിസത്തുൻ, പെൺകുട്ടി ഇരിക്കുന്നവളാണ്. അതും ഇസ്മിയായ ജുംലയാണ്. അപ്പോൾ ഈ നാലും ഇസ്മ കൊണ്ട് തുടങ്ങിയ ജുംലകളാണ്. ഇത് നാലും ഇസ്മിയായ ജുംലകളാണ്. ഇനി ഇവിടെ നുതർജിമു, നമ്മൾ പരിഭാഷപ്പെടുത്താനാണ്. അറബി സെന്റൻസ് തന്നിട്ടുണ്ട്, നമ്മൾ അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒന്നാമത്തത് അൽ ബുസ്താനു ജമീലുൻ. എന്താണ് ബുസ്താൻ എന്ന് പറഞ്ഞാൽ? പൂന്തോട്ടം. അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം മനോഹരമാണ്. ബുസ്താൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇസ്മാണ്, പൂന്തോട്ടം എന്നുള്ളത്. അതും ഇസ്മിയായ ജുംലയാണ്. അൽ ബുസ്താനു ജമീലുൻ, പൂന്തോട്ടം മനോഹരമാണ്. രണ്ടാമത്തത് അൽ കിതാബു ജദീദുൻ. കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാണ്. അപ്പോ അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ മലയാളം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ. ഈ മുഫ്രദും ജമ്മും മനസ്സിലാക്കാനാണ്. താഴെ ചില വാക്കുകൾ തന്നിട്ടുണ്ട്. സിംഗുലർ പ്ലൂരൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ, ഏകവചനം ബഹുവചനം. ഖലീഫ, ഖലീഫ എന്നുള്ളതിന്റെ പ്ലൂരൽ അല്ലെങ്കിൽ ജംഅ ആണെന്ത്? ഖുലഫാ. ഖലീഫ എന്ന് പറഞ്ഞാൽ പിൻഗാമി. അപ്പൊ ഖുലഫാ എന്ന് പറയുമ്പോൾ പിൻഗാമികൾ എന്ന് വരും. തിഫില്, കുട്ടി, അതിന്റെ ജംആണ് അത്ഫാൽ. അപ്പൊ ഈ ഖലീഫ എന്നുള്ളത് മുഫ്രദാണ്, അതിന്റെ ജംആണ് ഖുലഫാ. തിഫില് എന്നുള്ളത് മുഫ്രദാണ്, അതിന്റെ ജംആണ് അത്ഫാൽ, കുട്ടികൾ എന്നുള്ള അർത്ഥം വരും. ഈ രൂപത്തിൽ മുഫ്രദും ജമ്മും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് നഖ്റഉൽ ആയാതി താലിയത വനക്തശിഫു മിൻഹൽ ജുംലതൽ ഇസ്മിയ വനഖുത്തു തഹതഹ. താഴെയുള്ള ഖുർആൻ ആയത്തുകളിൽ നിന്ന് ഇസ്മിയായ ജുംല കണ്ടെത്താനാണ്. നമ്മൾ പറഞ്ഞു
ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. താഴെയുള്ള ആയത്തുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ മൂന്ന് ആയത്തുകളിൽ ഏതാണ് ഇസ്മു കൊണ്ട് തുടങ്ങുന്നത്? വദകറ എന്ന് പറയുമ്പോൾ അത് ഇസ്മല്ല. അതുപോലെ ബൽ അതും ഇസ്മല്ല. പിന്നെയോ വൽ ആഖിറതു, വൽ ആഖിറതു പരലോകം, അതെന്താണ്? ഇസ്മാണ്. ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ആയത്ത് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ്? അവസാനത്തത് വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. അപ്പോൾ അതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. ഇനി അവസാനത്തത് നൻസഖുൽ ഇബാറ താലിയ, താഴെയുള്ളത് നമ്മൾ അതുപോലെ പകർത്തി എഴുതുകയാണ് വേണ്ടത്. അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ എന്നുള്ളത് താഴെ നമ്മൾ കോപ്പിയായി എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. ഇതാണ് ലിസാനുൽ ഖുർആനിലെ രണ്ടാമത്തെ പാഠം. ചുരുക്കത്തിൽ ഈ അവ്വലു മൻ ആമന മിനൽ അത്ഫാലി എന്നുള്ള ഈ രണ്ടാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തു മാത്രമേ ഉള്ളൂ? എന്താണ് ഇസ്മിയായ ജുംല? ജുംല എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണമായ ഒരു സംസാരത്തിനാണ് ജുംല എന്ന് പറയുന്നത്. ഈ ജുംലകൾ പലതരമുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്മിയായ ജുംല എന്താണ്? ഇസ്മു കൊണ്ട്, ഇസ്മു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, വ്യക്തികളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ സ്ഥലത്തിന്റെയൊക്കെ പേരുകൾ, അതിനാണ് ഇസ്മു എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്മുകൾ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്കാണ് ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ഇവിടെ തന്ന ഈ രണ്ട് പാരഗ്രാഫിലെയും എല്ലാ ജുംലകളും തുടങ്ങുന്നത് ഇസ്മുകൾ കൊണ്ടാണ്. അതുകൊണ്ട് ഇതെല്ലാം ഇസ്മിയായ ജുംലകൾക്കുള്ള ഉദാഹരണമാണ്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇത് അർത്ഥം പറഞ്ഞ് പരിശീലിക്കുകയും കൂടെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും ഈ പാഠത്തിൽ ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിർബന്ധമായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഓരോ വിഷയങ്ങളും ഓരോ പാഠങ്ങളും വളരെ വിശദമായിട്ട് തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.